പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിനകത്തൊരു 4 കോർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനായിട്ട് പഠിച്ചിട്ട് ഈ കുട്ടിക്ക് ട്രെയിനിങ് സമയത്ത് തീരുമാനിക്കാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അവന് ഫ്യൂച്ചറിൽ ഏറ്റെടുക്കേണ്ടതെന്ന്. അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അവന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നീട് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിയാണ് കൊണ്ടുവരുന്നത്. അതെ അതെ അപ്പോൾ ആ കുട്ടികളും പിന്നീട് പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കായിരിക്കും ജോലിക്ക് ശ്രമിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് കൂടുതലായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ ഇവരെ നമ്മളൊരു IVക്ക് അയക്കുന്നുണ്ട്. IV മലേഷ്യയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലേഷ്യ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിറ്റിയാണ്, ഒരു നല്ലൊരു വലിയ സിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് ഒരു പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു സിറ്റി പോയി കാണുമ്പോൾ അവിടുത്തെ പ്രോപ്പർട്ടീസ്, ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ പ്രോപ്പർട്ടീസ് മലേഷ്യയിലുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ ഇവരെ വിസിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് അവിടെയാണ്. സെക്കൻഡ്, ഈ കുട്ടികൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ, സെക്കൻഡ് ഇയറിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങൾ ഇവർക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 3 ഇയർ കോഴ്സിന് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 3 വർഷം കോളേജിൽ പഠിക്കേണ്ട കാര്യമില്ല. അവർക്ക് 1.5 വർഷം മാത്രം കോളേജിൽ ഇരുന്നാൽ മതി. 1.5 വർഷം അവർ ഇന്റേൺഷിപ്പിന് പോവുകയാണ്. അപ്പോൾ ഇന്റേൺഷിപ്പിന് ഇപ്പം നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ബഹ്റിനിലാണ്. ബഹ്റിനിൽ പോകുന്നുണ്ട്, ദുബൈയിലും പോകുന്നുണ്ട്. ബഹ്റിനിലെ MR എന്ന് പറയുന്ന ബ്രാൻഡിലാണ് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടാണ് നമ്മൾ MOU സൈൻ ചെയ്തിരിക്കുന്നത്. MR എന്ന് പറയുന്നത് ദുബൈയിലെ ഒരു സെമി ഗവൺമെൻറ് ഗ്രൂപ്പിൻ്റെ ആണ്. ഈ ബുർജ് ഖലീഫ, ദുബൈ മാൾ എല്ലാം അവരുടെ അണ്ടറിലാണ്. അപ്പോൾ അവരുടെ ബഹ്റിനിലെ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ബഹ്റിനിലെ പ്രോപ്പർട്ടി പോവുക എന്ന് മാത്രമല്ല, അവിടെ 6 മന്ത് ട്രെയിനിങ് ചെയ്തതിലൂടെ കിട്ടുന്ന വെച്ചാൽ നല്ല ലാംഗ്വേജ് അവർക്ക് കിട്ടുകയാണ്. ഇപ്പം നാട്ടിൽ എത്രത്തോളം പഠിച്ചോട്ടെ, പക്ഷെ അവർക്ക് മലയാളി കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് അയക്കുന്നത്. അത് ലാംഗ്വേജ് മസ്റ്റാക്കാൻ വേണ്ടിയാണ്. പ്ലസ് ഇവർക്ക് ഇൻറ്റേൺഷിപ്പിലൂടെ ഇവർക്ക് ഈ പഠിക്കുന്ന ഫീസിനെക്കാട്ടി 3 ഇരട്ടി പൈസ ഈ 6 മന്ത് കൊണ്ട് ഇവർക്ക് തിരിച്ചു കിട്ടും. പ്ലസ് സ്റ്റുഡിയോ ഫ്ലാറ്റ്, അക്കോമഡേഷൻ, ഫുഡ്, ഇവർക്ക് നല്ലൊരു ലക്ഷറി ലൈഫിലേക്ക് തന്നെയാണ് ഇൻറ്റേൺഷിപ്പിലേ ഇവർ പോകുന്നത്. അപ്പോൾ ഇവർ ഡ്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോകാനോ ഉള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പോഴും ഞങ്ങളുടെ കുട്ടികൾ ഇൻറ്റേൺഷിപ്പ് ഈ നിമിഷം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും പിള്ളേർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പല കുട്ടികൾ 6 മന്ത് കൂടുമ്പോൾ 1 മന്ത് ലീവിന് വന്നിട്ട് പിന്നീട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവരെ പോയി ഇഷ്ടപ്പെട്ട ആളുകളെ അവർ സ്റ്റാഫായിട്ട് കണ്ടിന്യൂ ചെയ്യിക്കുകയും ചെയ്യും. ഈ 3 വർഷത്തെ കോഴ്സിൽ 1.5 വർഷം നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുക, അതിനുശേഷം 1.5 വർഷം ഇന്റേൺഷിപ്പ് പോലെ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിടുന്നു. അതെ, കോളേജാണ് ചെയ്യുന്നത്. കാരണം ഇന്റർവ്യൂ നടക്കുന്നതെന്ന് വെച്ചാൽ കോളേജ് മുഖാന്തരമാണ് ഇന്റർവ്യൂ നടത്തുന്നത്. കോളേജും ഈ പ്രോപ്പർട്ടിയും തമ്മിലാണ് MOU സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ റിക്വയർമെന്റ് പറയുന്ന കുട്ടികളെ നമ്മൾ ഇവർക്ക് പ്രസന്റ് ചെയ്യുന്നു, അവർ ഇന്റർവ്യൂ എടുക്കുന്നു. ബേസിക് ഇന്റർവ്യൂസ് മാത്രമേ വരാറുള്ളൂ. ആ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ് ഈ 1.5 വർഷം കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇന്റർവ്യൂ ഉറപ്പായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന ഡെയിലി കേൾക്കുന്നുണ്ട്, ഇവന് ഈ കുട്ടിക്ക് അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് പറയും. അത്രേ ഉള്ളൂ. ഡെയിലി ഞങ്ങൾ ഒരു അവർ മാറ്റി വെച്ചിരിക്കുന്നത് എങ്ങനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. ഒരു ക്ലാസ്സിൽ ഒരു പീരീഡ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിലെ പഠിക്കാത്ത ഏത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇൻ്റർവ്യൂ പെട്ടെന്ന് പാസ്സാവാൻ പറ്റും. അത് നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. ഇൻ്റർവ്യൂവിൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, ഒരു മനുഷ്യൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇത്രയും വലിയ പ്രോപ്പർട്ടി നോക്കുന്നുള്ളൂ. 1 ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നത്. 2 ഗ്രൂമിങ് സിസ്റ്റം. ഇപ്പോൾ ഇവർ ഷേവ് ചെയ്യുന്നുണ്ടോ, അവരുടെ ഹെയർ കട്ട്, അവരുടെ ഡ്രസ്സിങ് രീതി, പിന്നെ ഹൈജീനിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അതിൽ ഓക്കെ എന്നുണ്ടെങ്കിൽ എടുക്കും. അത് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 ഡേയ്സിനുള്ളിൽ വിസ കിട്ടും. പിന്നെ ടിക്കറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ നേരിട്ട് പോയി ഇറങ്ങാം. അവിടെ പോയാൽ പിക്കപ്പ് അവർ വന്ന് പിക്ക് ചെയ്തോളും. ബാക്കിയെല്ലാം കമ്പനിയാണ് നോക്കുന്നത്. അതൊരു 5 സ്റ്റാർ ഡീലക്സ് ആണ്. വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് MR എന്ന് പറയുന്നത്. നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്ന ഈ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സംബന്ധിച്ച്. അങ്ങനെ മനസ്സിൽ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ, അപ്പൊ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഈവന്റ് മാനേജ്മെന്റ് സ്വന്തമായിട്ട് തുടങ്ങിയവരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയാനായിട്ട് എന്തെങ്കിലും മനസ്സിൽ ഉണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ വലിയ പരസ്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഇല്ലാതെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. കാരണം നമ്മളുടെ കോളേജിൽ വന്ന് പഠിച്ചിട്ട് പോയ കുട്ടികൾ തന്നെ, അവർ തന്നെ നമ്മുടെ വലിയൊരു മാർക്കറ്റിംഗ് ആണ്. വലിയ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് പോലെ അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ തന്നെ റെഫർ ചെയ്ത് തരുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പേരൻസ് തന്നെ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട്. നമ്മൾ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മളുടെ ഈ പോസ്റ്ററുകളൊക്കെ ഇവർ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇവർ തന്നെ സ്റ്റാറ്റസ് ആക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. 2021-ലും 22-ലൊക്കെ പാസ് ഔട്ടായി പോയവർ,
17ൽ പാസ് ഔട്ടായി പോയ കുട്ടികൾ, ഇവരെല്ലാം നമ്മളെ കോൺടാക്റ്റ് ഇപ്പോഴും നിലവിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ദുബൈയിൽ നമ്മളുടെ ഏകദേശം ഒരു എനിക്ക് എൻ്റെ ഒരു ഊഹം വെച്ച് ഒരു 150+ സ്റ്റുഡൻസ് നിലവിൽ ജോലി ചെയ്യാണ് അവരവിടെ, പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു 4 മാസം 5 മാസം കൂടുമ്പോൾ ദുബൈയിൽ പോകാറുണ്ട്. കാരണം പുതിയ പ്രോപ്പർട്ടീസുമായിട്ട് എഗ്രിമെൻ്റ് എടുക്കാൻ, പുതിയ പ്രോപ്പർട്ടീസിന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ എല്ലാം കാണുകയും ഇവരുടെ ജീവിത നിലവാരം മുന്നത്തെക്കാട്ടി എങ്ങനെയായി എന്ന് അവരെല്ലാം വിളിച്ച് കാണാറും സംസാരിക്കാറും ഉണ്ട് ഇപ്പോഴും നിലവിൽ. അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഈ പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടെത്തുന്നുവെന്ന്. നമ്മുടെ നാട്ടിലെ കോളേജുകൾ എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്യുക, കുട്ടികളെ എടുക്കുക, എടുത്തതിന് ശേഷം എങ്ങനെയെങ്കിലും ഒരു 1 ഇയർ കഴിയുമ്പോൾ ഒരു ബാച്ചിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40ൽ മിടുക്കരായിട്ടുള്ള 3-4 കുട്ടികൾക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വിടുന്നു. ഇതാണ് കണ്ടുവരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല. നമ്മൾ ഈ ബോട്ടം ലെവലിൽ ഉള്ള പഠിക്കാൻ പ്രശ്നമുള്ള കുട്ടികളുണ്ടെങ്കിൽ പോലും അവരെ ആ പ്രശ്നം കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് അവരെ കയറ്റി വിടാനേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വരുന്നത് പോലെ 1%, 2% ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ആയിട്ടുള്ള കുട്ടികൾ വരും. പഠിക്കാൻ മിടുക്കരായിരിക്കാം, എല്ലാം മിടുക്കരായിരിക്കാം. പക്ഷെ അവർക്ക് ചില കേസുകൾ നമുക്ക് എത്ര മേക്കപ്പ് ഇട്ടാലും പറ്റത്തില്ല. കാരണം ചില കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അത് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒഴിച്ച് അതൊരു 1% കാണത്തുള്ളൂ. ബാക്കി മുഴുവൻ കുട്ടികളെയും പ്ലേസ്മെൻറ്റ് കൊണ്ടുവരികയാണ്, കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു പോയിന്റ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തേക്ക് പുരുഷന്മാരുടെ വരവ് കൂടുതലാണ്, സ്ത്രീകളുടെ വരവ് വളരെ കുറവാണ്. നമ്മുടെ സമൂഹം ചില കാര്യങ്ങൾ അങ്ങ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നത് ഈ പറയുന്ന പോലെ ഹോട്ടൽ പാത്രം പണിയാണ്, എന്ത് നേടാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ സ്ത്രീകളുടെയൊക്കെ ആ ഒരു വരവ് വളരെ കുറഞ്ഞു പോകുന്നതിന്റെ ഒരു കാരണം, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ആനുപാതികം അല്ലെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകൾ അതേ രീതിയിലാണ്. വിരലിലെണ്ണാവുന്ന ഗേൾസ് മാത്രമേ നമുക്ക് ഹോസ്പിറ്റാലിറ്റി പഠിക്കാനുള്ളൂ. അതിൻ്റെ റീസൺ ആ കുട്ടികൾ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് പോലും വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ മുഴുവൻ നേഴ്സിങ്ങിൻ്റെ പുറയിലാണ്. ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടറിയാം, ബാംഗ്ലൂർ തന്നെ ഉള്ള കോളേജുകൾ ഫുള്ളും കേരള പിള്ളേരാണ്. അത് എല്ലാം ഗേൾസാണ് ഭൂരിഭാഗവും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരെ മനസ്സിൽ വരുന്നത് വെച്ചാൽ UK പോകാം, അമേരിക്കയിൽ പോകാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി പെട്ടെന്ന് പഠിച്ച വലിയ ജോലി എന്നുള്ളതാണ്. പക്ഷെ നേഴ്സന്മാരെ സംബന്ധിച്ച് 24 hours ആണ് അവരുടെ ഡ്യൂട്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഡേയും നൈറ്റും അവർക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഗേൾസിന് ഏറ്റവും കൂടുതൽ സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ലോകത്തെ ഏക ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. കാരണം നൈറ്റ് ഷിഫ്റ്റ് കൊടുക്കാറില്ല. ഡേ ഷിഫ്റ്റിൽ ഗേൾസ് വർക്ക് ചെയ്താൽ പോലും പിക്കപ്പും ഡ്രോപ്പും കമ്പനി തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ട ഏക ഒരു അടിസ്ഥാന കാര്യങ്ങളുണ്ട്: ആഹാരം, പാർപ്പിടം, വസ്ത്രം. ഈ 3 കാര്യങ്ങൾ 100% ഉറപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി 100% ആണ്. അതിന് 1 രൂപ പോലും നമ്മുടെ സാലറിയിൽ നിന്ന് കട്ടാക്കാറുമില്ല. ഇപ്പോൾ ഗേൾസിനെ സംബന്ധിച്ച് സ്റ്റാഫ് അക്കോമഡേഷനിലാണെങ്കിൽ ഡ്രോപ്പും പിക്കപ്പും ഈ പറയുന്ന പോലെ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. നൈറ്റ് ഡ്യൂട്ടി കിട്ടാറുമില്ല. നൈറ്റ് ഡ്യൂട്ടി ഗേൾസിന് അങ്ങനെ മോസ്റ്റ്ലി കൊടുക്കാറില്ല. അത്രയും സേഫായിട്ടുള്ള ഒരു മേഖലയാണ്. അത്രയും എക്സ്ട്രാ സേഫ്. ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ഗേൾസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന ബോയ്സിനാണെങ്കിൽ പോലും ഈ മേഖല വർക്ക് ചെയ്യുമ്പോൾ അത്രയും പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, ബിഹേവിങ്ങിൽ അത്രയും നല്ല ആൾക്കാർ മാത്രമാണ് ഈ പ്രോപ്പർട്ടികളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു മിസ്ബിഹേവ് ചെയ്യട്ടെ, അങ്ങനെ ഒരു പ്രശ്നങ്ങളും സ്റ്റാഫിൽ നിന്നോ ഇപ്പം നമ്മളൊരു വാർത്തയിൽ പോലും കാണാറില്ല. ഇങ്ങനെ ഇന്ന ഹോട്ടൽ ഇന്ന സംഭവിച്ച ഒരു ഗേളിനെ കുറിച്ചൊന്നും ഒരിക്കലും കേൾക്കത്തില്ല. കാരണം അത്രയും ഇതായിട്ട് സ്ക്രീൻ ചെയ്തെടുത്ത സ്റ്റാഫുകൾ മാത്രമാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ താങ്കൾക്കൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരുപാട് ആൾക്കാരും കൂടി ഉണ്ടാവുമല്ലോ, അതാരൊക്കെയാണ്? അത് സത്യം പറഞ്ഞാൽ ഈ കോളേജ് പേര് തന്നെ എമിറേറ്റ്സ് എന്നുള്ളൊരു പേരെന്ന് പറഞ്ഞാൽ UAE-യുടെ ഈ എന്താ പറയേണ്ടത്, നമുക്ക് സ്റ്റേറ്റ്സിനെ പറയുന്നതാണ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയിം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ഈ കോഴ്സ് ചെയ്തതിന് ശേഷം ദുബൈയിലാണ് ജോലി ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റാണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് അങ്ങനെ ഇടാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ എമിറേറ്റ്സ് എന്നുള്ളൊരു പേരിലെത്തിപ്പെട്ടത്. പക്ഷേ എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, എയർലൈൻസിൻ്റെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള സംഭവം വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ എമിറേറ്റ്സ് തന്നെ തിരഞ്ഞെടുത്തത് ആ രാജ്യത്തിനോടുള്ളൊരു ആദരവ് കാണിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് എമിറേറ്റ്സ് എന്നുള്ളൊരു പേര് ചൂസ് ചെയ്തത്.
അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഞങ്ങൾ ഒരു 12ഓളം ഈ മേഖലയിലുള്ള ആളുകളാണ്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ്, ടീമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ ഡയറക്ടറെന്നോ പ്രിൻസിപ്പളെന്നോ മറ്റ് ഇതിലില്ല. ഞങ്ങളെല്ലാം ഒരു ടീം വർക്കിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം തന്നെ ഞാൻ ട്രെയിനിങ് ചെയ്ത പ്രോപ്പർട്ടിയിലെ ട്രെയിനിങ് മാനേജറാണ് എൻ്റെ പ്രിൻസിപ്പളായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച കോളേജിലെ എൻ്റെ അധ്യാപകനെയാണ് ഞാൻ അക്കാഡമിക് ഡയറക്ടറായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ വേണേൽ എനിക്ക് പരസ്യം കൊടുത്ത് ആരെങ്കിലും പ്രിൻസിപ്പൽസിനെയോ അല്ലെങ്കിൽ സ്റ്റാഫിനെയോ എടുക്കാൻ പറ്റും. പക്ഷേ അവരെക്കുറിച്ച് എന്താണെന്നുള്ള ആ ഇൻ്റർവ്യൂവിലേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു ഭാവി കൂടി ഉള്ളൊരു സംഭവമാണ്. അവരുടെ ഭാവി മാത്രം, അവരൊരു വലിയൊരു ഫാമിലിയും കൂടെ അവൻ്റെ പിന്നിൽ കാണും. അപ്പോൾ ഇവരെ സക്സസ്ഫുള്ളി എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടീമിനെ വേണമെന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ വന്ന വഴിയിലൂടെ കണ്ട അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ എമിറേറ്റ്സിന് ഇതാക്കിയത്. ഏതൊരു ബിസിനസിന്റെയും അടിത്തറ എന്ന് പറയുന്നത് അവരവരുടെ ഫാമിലി ആയിരിക്കും. കാരണം ഒരു പ്രധാന ഘടകം ആ ഫാമിലിക്ക് ഒരു പങ്കും ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഒരു ഫാമിലി സപ്പോർട്ട് ചെയ്ത രീതി? ഫാമിലി ഭയങ്കര സപ്പോർട്ടീവാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ കോളേജിൻ്റെ മാനേജിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡുമാണ്. അത് അളിയൻ്റെ പേര് ഫിർദൌസ് എന്നും സിസ്റ്റർ സബാനയുമാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനൊരു ആഗ്രഹം പറഞ്ഞ സമയത്ത് ഇങ്ങനൊരു സംഭവം ചെയ്താൽ കുറച്ചുകൂടി, ഇപ്പം ഞാനെന്ന് വെച്ചാൽ വളരെ താഴ്ന്ന എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി തകർന്ന് തരിപ്പണമായ ഒരു ഫാമിലിയിൽ നിന്നും വന്നൊരു വ്യക്തിയാണ്. അപ്പം ഒരു അണ്ടർ പ്രിവിലേജ് അല്ലെങ്കിൽ ഏറ്റവും ബേസായിട്ട് കിടക്കുന്ന ഒരു ഫാമിലിയിലെ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അവൻ്റെ മാനസിക പ്രശ്നമെന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന ഒരാളാണെന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ തീരുമാനം. ഞങ്ങൾ ഒരു മുറിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു ഒരു 250 ഒരു 250 സ്ക്വയർ ഫീറ്റിൽ നിന്നും അടൂരിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞങ്ങൾ ഡിപ്ലോമ, ഈ ഷോർട്ട് ടൈം ഡിപ്ലോമകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് പല കുട്ടികളെയും ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ പാർട്ട് ടൈം ജോലി, മറ്റ് ജോലികൾ ചെയ്തതിലെ സാലറി കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ റെൻറ്റ് പോലും ആദ്യം അടച്ചു തുടങ്ങിയത്. കാരണം ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കാതെ പഠിപ്പിച്ച് ആദ്യം ഈ 25ഓളം കുട്ടികളെ പഠിപ്പിച്ചിറക്കി അവരെ ഫ്രീ ആയിട്ട് പ്ലേസ് ചെയ്തു. അതിനുശേഷമാണ് കുട്ടികളുടെ എണ്ണം കൂടിയപ്പം 250 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 800 സ്ക്വയർ ഫീറ്റിലേക്ക് മാറുകയും ഇപ്പോൾ ഏകദേശം ഒരു 12,000 സ്ക്വയർ ഫീറ്റിലാണ് നിലവിൽ. ഞങ്ങളൊരു മിനി ക്യാമ്പസ് ആണ്. എന്ന് വെച്ചാൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ മാത്രം കോഴ്സുകൾ പഠിപ്പിക്കുന്ന, ഹോസ്പിറ്റാലിറ്റിയുടെ മാത്രം പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനി ക്യാമ്പസ് ആണ് ഞങ്ങളുടേത്. അപ്പം അതിനകത്ത് പറയപ്പെടുന്ന അത് അങ്ങനെ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഇതാണ് കാരണം. അപ്പം ഞങ്ങൾ 1 രൂപ പോലും ഞങ്ങൾ ലോൺ എടുക്കാതെ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഞങ്ങൾ 4-5 വർഷം ഞങ്ങളെല്ലാവരും ഫാമിലി മൊത്തത്തിൽ കൂട്ടായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. എത്ര കുട്ടികളെ പഠിച്ച് ഇറക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്? എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 600, ഒരു 600ഓളം കുട്ടികളിൽ കൂടുതൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 22 വയസ്സ് 23 വയസ്സ് പ്ലസ് ടു കഴിഞ്ഞ് വേറൊരു മേഖല തിരഞ്ഞെടുത്ത്, അത് ചിലർ എഞ്ചിനീയറിങ്ങിന് പോയിട്ടുണ്ടാവാം, നഴ്സിങ്ങിന് പോയിട്ടുണ്ടാവാം. ഇങ്ങനെ മറ്റൊരു കോഴ്സ് പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് വന്ന് ഇത് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന എനിക്ക് തോന്നുന്നു ഒരു 300ഓളം കുട്ടികളുണ്ട്. അപ്പോൾ ഒരു 1000-നകത്ത് കുട്ടികൾ ഇതുവരെ പഠിച്ചിറങ്ങുകയും ഇതിനകത്തൊരു 1% ഒഴിച്ചാൽ 99.9% പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ ദുബായി പോയാലും ബഹ്റിൻ പോയാലും എവിടെ പോയാലും നമ്മുടെ എമിറേറ്റ്സിലെ ഒരു കുട്ടി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഞങ്ങൾ വലിയൊരു ഹാർഡ് വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. കാരണം നാട്ടിലെ ഓരോ കോളേജിലെ ഒരു MD-മാരും എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ നിന്ന് ദുബൈയിലോ മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഒരു ബാഗും പിടിച്ച് പ്രോസ്പെക്ടസും കൊണ്ട് ഓരോ ഹോട്ടലുകൾ കയറി ഇറങ്ങി അവർ HR-നെ കാണാൻ വലിയ പാടാണ്. സെക്യൂരിറ്റി കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മൾ ഓരോ റെഫറൻസ് വെച്ച് HR-നെ മീറ്റ് ചെയ്ത് അവരോട് എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ഒരു കുട്ടിയെങ്കിലും പ്ലേസ് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കുട്ടികളെ ഈ പ്ലേസ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്.
600-ലധികം കുട്ടികളെ ഇപ്പോ ഈ ഒരു ഫീൽഡില് അതെ ഒരു വിജയം കൈവരിച്ച് അവരെ അതെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതെ അപ്പൊ എങ്ങനെ വന്നാലും ഒരു അലൂമിനി എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശക്തമായിരിക്കും. അതെ അതെ നമ്മളുടെ ക്യാമ്പസിലെ ആ ഒരു അലൂമിനി ഏത് രീതിയിലാണ്? അത് ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ദുബായിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവിടെ അടുത്തടുത്ത പ്രോപ്പർട്ടികളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം 4 വർഷം 3 വർഷം 2 വർഷം 1 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് പ്രത്യേക ഗ്രൂപ്പുകളുണ്ടാവും അലൂമിനീസിൻ്റെ. ഇവരുടെ അപ്ഡേഷൻസ് നമുക്ക് ആ ഗ്രൂപ്പിലൂടെ തരാറുണ്ട്. നമ്മൾ ഒരു ഇയർലി നമ്മൾ ഒരു വട്ടമെങ്കിലും ഇവരെ എല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ ദുബൈയിലൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിലൂടെ കൂടുതൽ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു നെഗറ്റീവ്സ് വശങ്ങളെക്കുറിച്ച് പറയാം. ഞങ്ങൾ ഫോട്ടോസ് കൂടുതൽ അങ്ങനെ എടുക്കാറില്ല. ഇപ്പോൾ ഒരു പ്രോഗ്രാം നടന്നാലും എടുത്താലും അത് വലിയൊരു വീഡിയോ സെറ്റപ്പ് ആക്കുകയോ ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു മാർക്കറ്റിംഗ് ടീമായിട്ട് ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഇത് ചെയ്യുക അങ്ങനെയില്ല. ഞങ്ങളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് വഴിയുള്ള സ്റ്റുഡൻസിനാണ്. പക്ഷേ ഇനി നമ്മൾ മാറി ചിന്തിക്കുക എന്നതിനെക്കുറിച്ചാണ് ഞങ്ങളിപ്പം ടീം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള നല്ല ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു വലിയ രീതിയിലൊക്കെ ഒരു വലിയൊരു ക്യാമ്പസ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് കുറേ അധികം വസ്തുക്കൾ വേണ്ടി വരും. ഒരു 5 ഏക്കറോളം വേണ്ടി വരും. എന്നിട്ട് കേരളത്തിൽ നിന്ന് തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലൂടെ ഒരുപാട് ഈ 600 എന്ന് പറയുന്നിടത്ത് 6000 കുട്ടികളെ ഇറങ്ങുന്ന രീതിയിലുള്ള വലിയ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ തന്നെ വലിയൊരു സിറ്റി സെറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും കൂടിയാണ് ഞങ്ങളിത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഒരു അപ്ഡേഷൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4 കൊല്ലം കൊണ്ട് ചെറിയ രീതിയിൽ വളർന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ചിലർ വിചാരിക്കും കുറേ നാൾ പോയിട്ട് കാശുണ്ടാക്കി നമുക്ക് സേഫ് ചെയ്യാം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണലി സേഫ് ആകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പോകുന്ന ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനല്ല. പേഴ്സണലി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്തുകൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കുക എന്നതിനപ്പുറം ഈ കമ്പനിയെ വലിയ രീതിയിൽ ഓക്കെ ആക്കി എടുക്കുക. അപ്പം വലിയ രീതിയിൽ ഓക്കെ ആക്കി എടുക്കണമെങ്കിൽ ഒരുപാട് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്ന പറ്റുന്ന രീതിയിലുള്ള വലിയൊരു സ്ഥാപനം വേണം. അപ്പം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു സ്കിൽ കോഴ്സുകൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആക്കി എടുക്കുക എന്നതാണ് ഞങ്ങളുടെ നിലവിലെ ലക്ഷ്യം. ഇത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് മാത്രം കഴിയില്ല. പക്ഷേ എനിക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനുള്ള ഐഡിയാസ് ഉണ്ട്, അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഈ ഒരു 4 കൊല്ലം കൊണ്ട് 250 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഞങ്ങളൊരു 12,000 സ്ക്വയർ ഫീറ്റിൽ ലോൺ എടുക്കാതെ മറ്റൊരു പാർട്ട്നേഴ്സിനെ കൂട്ടാതെ വലിയ രീതിയിൽ ചെയ്തു എങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നല്ലവരായിട്ടുള്ള ഈ മേഖല അല്ലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകളുടെ ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അത് നടത്തിക്കൊണ്ട് പോവുക എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു വെല്ലുവിളികൾ ഈ ലൈഫിൽ ഇത്രയും നാളത്തിനിടയിൽ ആ ഒരു വെല്ലുവിളികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഉള്ളൊരു പരിപാടി ഇത്. അപ്പോൾ എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരുപാട് പ്രോബ്ലംസുകൾ വരാറുണ്ട്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിള്ളേർ പുറത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പം അത് തന്നെ പരിഹരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്, ഇവരെ ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരിക എന്നത്. അപ്പം അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ ഓക്കെ ആവും, നമ്മുടെ കൺട്രോളിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ കൺട്രോളിനപ്പുറം വരുന്ന ഫേക്ക് ആളുകളുടെ ഇത് വരാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ പോസ്റ്ററുകളുടെ അടിയിൽ വീഡിയോസ്, ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോയ്ക്ക് അടിയിൽ പോലും നെഗറ്റീവ്സ് കമൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ മോശക്കാരാക്കുക എന്ന രീതിയിലുള്ള അതൊരു വലിയൊരു മോശപ്പെട്ട പരിപാടിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സ്ഥാപനത്തിനെതിരെയോ അല്ലെ മറ്റ് സ്ഥാപനം നമ്മൾ കാരണം മറ്റ് സ്ഥാപനം നാശത്തിലേക്ക് പോകരുതെന്ന് നമ്മൾ ഒരിക്കലും ഇതാക്കിയിട്ടില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിലേക്ക് വരുന്ന പ്ലേസ്മെൻറ്റുകൾ,
ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റുമാണ് ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കുന്നത്. IV എന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അതെന്ന് വെച്ചാൽ അവർക്ക് ഇതെന്താണ് ഈ ലോകമെന്ന്, ഇൻഡസ്ട്രി എന്താണെന്ന് കാണിക്കാൻ വേണ്ടി പുറം രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് ദുബായിൽ, മലേഷ്യയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിനപ്പുറം 1.5 വർഷത്തെ ഈ കുട്ടിയുടെ സ്റ്റഡിക്കപ്പുറം ഇവരെ ഞങ്ങൾ ഇന്റേൺഷിപ്പിനായിട്ട് ബഹ്റിൻ അല്ലെങ്കിൽ ദുബൈയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒമാനിലേക്ക് വിടാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് ഞങ്ങളുടെ കുട്ടികൾ കൂടാതെ കേരളത്തിൽ അറിയപ്പെടുന്ന, അങ്ങനെ ആ കോളേജിൻ്റെ പേര് പറയുന്നത് മോശമാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന കോളേജുകളിലെ സ്റ്റുഡൻസിനെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗമാക്കിക്കൊണ്ട് വിടാറുണ്ട്. അപ്പം ഞങ്ങൾ കൂടുതൽ ഹെൽപ്പുകളെ മറ്റുള്ള കോളേജുകൾക്ക് ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു ബിസിനസ് ആയിരിക്കാം. മറ്റുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന പരിപാടികളാണല്ലോ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ ഒക്കെയുള്ള കാര്യം. അതാണ് ഒരു മോശമായിട്ട് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവ് കമൻറ്റുകൾ നമ്മുടെ ഇതിന് റിവ്യൂസിനകത്ത് പോലും പലരും വന്ന് എന്ന് വെച്ചാൽ 1-2 കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ റിവ്യൂസ് എടുത്താൽ അറിയാം ഒരുപാട്. ഇപ്പം നമുക്ക് വരുന്ന കുട്ടികളിൽ അഡ്മിഷൻ എടുക്കുന്നവരിൽ ഭൂരിഭാഗം പേര് നമ്മുടെ വെബ്സൈറ്റിലൂടെയും നമ്മുടെ റിവ്യൂസിൽ അത് കണ്ടിട്ടാണ് വരുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ്, മറൈൻ ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ നിരവധി കോഴ്സുകളാണ് നമ്മുടെ എമിറേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇനിയും സ്ഥാപനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വരട്ടെ എന്ന് എല്ലാ വിധത്തിലും ഞങ്ങൾ ആശംസിക്കുക. താങ്ക് യു സോ മച്ച്.